AI വിപ്ലവത്തെക്കുറിച്ചും ChatGPT-യെക്കുറിച്ചുമൊക്കെ ഇന്ന് ലോകം മുഴുവൻ സംസാരിക്കുകയാണ്. എന്നാൽ ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും ഡിജിറ്റൽ ലോകവും യഥാർത്ഥത്തിൽ എവിടെയാണ് പ്രവർത്തിക്കുന്നതെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇവയുടെ എല്ലാം തലച്ചോറെന്ന് പറയുന്നത് വൻകിട ഡാറ്റാ സെന്ററുകളാണ്. ഇന്ത്യയിൽ അടുത്ത ഏതാനും വർഷങ്ങൾക്കുള്ളിൽ ഡാറ്റാ സെന്റർ മേഖലയിലേക്ക് ഒഴുകിയെത്താൻ പോകുന്നത് $25 ബില്യൺ, അതായത് ഏകദേശം 2 ലക്ഷം കോടിയിലധികം രൂപയുടെ ഭീമമായ നിക്ഷേപമാണ്. ഇത് വെറുമൊരു പ്രവചനമോ കണക്കുകൂട്ടലോ ഒന്നുമല്ല. ഇതിന്റെ പണികൾ ഇപ്പോൾ തന്നെ ഗ്രൗണ്ടിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. നിലവിൽ ഇന്ത്യയുടെ ഡാറ്റാ സെന്റർ ശേഷി 1.6 ഗിഗാവാട്ടാണ്. എന്നാൽ 2030 ആകുമ്പോഴേക്കും ഇത് 5 ഗിഗാവാട്ടിലേക്ക് കുതിച്ചുയരും. അതായത് നമ്മുടെ രാജ്യം ഇന്നുവരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ പവർ ഇൻഫ്രാസ്ട്രക്ചർ വളർച്ചയാണ് സംഭവിക്കാൻ പോകുന്നത്. 26% CAGR വളർച്ചയോടെ $25 ബില്യൺ നിക്ഷേപമാണ് ഇതിലേക്ക് വരുന്നത്. ഗൂഗിൾ, മൈക്രോസോഫ്റ്റ്, റിലയൻസ്, TCS തുടങ്ങിയ വൻകിട കമ്പനികളെല്ലാം ഇതിനകം തന്നെ തങ്ങളുടെ പണം ഇതിലേക്ക് ഇറക്കി കഴിഞ്ഞു. പക്ഷെ ഒരു സാധാരണ നിക്ഷേപകൻ മനസ്സിലാക്കേണ്ട പ്രധാന കാര്യം എന്താണ്? ഈ $25 ബില്യൺ പണം യഥാർത്ഥത്തിൽ എവിടേക്കാണ് പോകുന്നത്? ഇത്രയും വലിയൊരു നിക്ഷേപം വരുമ്പോൾ ഓഹരി വിപണിയിൽ നിന്ന് വലിയ ലാഭം ഉണ്ടാക്കാൻ പോകുന്ന പ്രധാന മേഖലകൾ ഏതൊക്കെയാണെന്ന് പ്രമുഖ വിപണി വിദഗ്ധനായിട്ടുള്ള അതുൽ സൂരി വ്യക്തമാക്കുന്നുണ്ട്. അതിൽ ഏറ്റവും വലിയ വിഹിതമായ 45% പോകുന്നത് പവർ ഇലക്ട്രിക്കൽസ് സംവിധാനങ്ങൾക്കാണ്. തൊട്ടു പിന്നാലെ വരുന്ന 30% ചെലവ് സെർവറുകൾ തണുപ്പിച്ചു നിർത്താനുള്ള കൂളിംഗ് ഇൻഫ്രാസ്ട്രക്ചറിന് വേണ്ടി വരുന്നു. അതുകൊണ്ട് സ്വാഭാവികമായും ഈ വൻകിട വികസനം വഴി ഓഹരി വിപണിയിൽ നിന്ന് ഏറ്റവും വലിയ ലാഭമുണ്ടാക്കാൻ പോകുന്നത് ഇലക്ട്രിക്കൽസ്, ഗ്രിഡ് ഉപകരണങ്ങൾ, കൂളിംഗ് സിസ്റ്റങ്ങൾ, വിപുലമായി വളരുന്ന EMS അല്ലെങ്കിൽ ഇലക്ട്രോണിക് മാനുഫാക്ചറിംഗ് സർവീസസ്, AI സെർവർ ഹാർഡ്വെയർ കമ്പനികളാണ്. കൂടാതെ ആഗോളതലത്തിലെ China+1 തന്ത്രവും സർക്കാരിന്റെ അടിയന്തര പ്രാധാന്യമുള്ള PLI സ്കീമുകളും ചേർന്ന ഇന്ത്യൻ EMS മേഖലയെ 2031 $500 ബില്യൺ വലിപ്പമുള്ള കൂറ്റൻ എക്കോസിസ്റ്റമായി മാറ്റാനുള്ള കുതിപ്പിലാണ്. എന്നാൽ ഒരു നിക്ഷേപകൻ എന്ന നിലയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പ്രത്യേകം ഓർത്തിരിക്കണം. ഈ വികസനത്തെയും കൃത്യമാണെന്ന് കരുതി ആ മേഖലയിലെ ഏത് കമ്പനിയിലും പണമിറക്കിയാലും അത് ഇരട്ടിക്കണമെന്നില്ല. ഡാറ്റാ സെന്ററുകളുടെ നിർമ്മാണ കോൺട്രാക്ട് എടുക്കുന്ന സാധാരണ എഞ്ചിനീയറിംഗ്, പ്രൊക്യൂർമെന്റ്, കൺസ്ട്രക്ഷൻ കമ്പനികളെക്കാൾ അതിലേക്ക് ആവശ്യമായിട്ടുള്ള അത്യാധുനിക സാങ്കേതിക ഉപകരണങ്ങൾ നിർമ്മിച്ചു നൽകുന്ന ഉപയോക്തൃ ഉപകരണ നിർമ്മാതാക്കൾ അല്ലെങ്കിൽ ഇക്വിപ്മെന്റ് മേക്കേഴ്സ് ആയിരിക്കും ഓഹരി വിപണിയിൽ ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ പോകുന്നത്. നമുക്കിതിനെ കുറച്ചുകൂടെ വ്യക്തമായിട്ട് മനസ്സിലാക്കാം. ആദ്യം തന്നെ എന്തുകൊണ്ടാണ് ഇന്ത്യയിൽ ഡാറ്റാ സെന്ററുകൾക്ക് ഇത്രയധികം ഡിമാൻഡ് വരുന്നതെന്ന് പരിശോധിക്കാം. നമ്മൾ ദിവസവും ഉപയോഗിക്കുന്ന UPI പേയ്മെന്റുകൾ, യൂട്യൂബ് വീഡിയോകൾ, OTT പ്ലാറ്റ്ഫോമുകൾ, ക്ലൗഡ് സ്റ്റോറേജ്, ഇനി വരാനിരിക്കുന്ന AI ആപ്ലിക്കേഷനുകൾ, ഇവയെല്ലാം സൃഷ്ടിക്കുന്നത് കോടിക്കണക്കിന് ഡാറ്റയാണ്. ഈ ഭീമമായ ഡാറ്റ സുരക്ഷിതമായി പ്രോസസ്സ് ചെയ്യാനും സൂക്ഷിക്കാനും അത്യാധുനിക ഡാറ്റാ സെന്ററുകൾ അത്യന്താപേക്ഷിതമാണ്. ഒരു ഡാറ്റാ സെന്റർ കെട്ടിടം പണിയുന്ന പോലെയല്ല അതിനകത്തെ സാങ്കേതിക വിദ്യ ഒരുക്കുന്നത്. അവിടെയാണ് പ്രധാനപ്പെട്ട അനുബന്ധ മേഖലകൾക്ക് വൻ സാമ്പത്തിക നേട്ടം ഉണ്ടാക്കാൻ സാധിക്കുന്നത്. അതാണ് പവർ, ഇലക്ട്രിക്കൽസ് ആൻഡ് കൂളിംഗ്. ഡാറ്റാ സെന്ററുകൾ ഒരിക്കലും നിലച്ചു പോകാൻ പാടില്ലാത്ത സംവിധാനങ്ങളാണ്. 24/7 അൺഇൻറപ്റ്റഡ് ആയി വൻതോതിൽ വൈദ്യുതി ഇതിനാവശ്യമുണ്ട്. ഒരു ചെറിയ നഗരത്തിന് ആവശ്യമായ അത്രയും വൈദ്യുതി ചിലപ്പോൾ ഒരു ഡാറ്റാ സെന്ററിന് മാത്രം വേണ്ടി വന്നേക്കാം. അതിനാൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന കമ്പനികൾക്കും, പ്രത്യേകിച്ച് പുനരുപയോഗ ഊർജ്ജം അല്ലെങ്കിൽ ഗ്രീൻ ആൻഡ് റിന്യൂവബിൾ എനർജി നൽകുന്ന കമ്പനികൾക്കും ഇതൊരു നല്ല അവസരമാണ്. വൻതോതിലുള്ള വൈദ്യുതി ഡാറ്റാ സെന്ററുകളിലേക്ക് സുരക്ഷിതമായി എത്തിക്കാൻ സാധാരണ കേബിളുകളോ സ്വിച്ചുകളോ പോരാ. വൻകിട ട്രാൻസ്ഫോർമറുകൾ, വലിയ കേബിളുകൾ, ഹൈടെക് സ്വിച്ച് ഗിയറുകൾ, വലിയ ഡീസൽ ജനറേറ്ററുകൾ, പവർ തടസ്സപ്പെടാതിരിക്കാനുള്ള സെർവർ ഗ്രേഡ് UPS സിസ്റ്റങ്ങൾ എന്നിവ നിർമ്മിക്കുന്ന കമ്പനികൾക്ക് വരും വർഷങ്ങളിൽ കോടിക്കണക്കിന് രൂപയുടെ ഓർഡറുകളാണ് ലഭിക്കാൻ പോകുന്നത്. ആയിരക്കണക്കിന് പ്രൊസസ്സറുകളും സെർവറുകളും ഒരേ സമയം പ്രവർത്തിക്കുമ്പോൾ അതികഠിനമായ ചൂടാണ് ഡാറ്റാ സെന്ററുകളിൽ ഉണ്ടാകുന്നത്. ഈ താപം കൃത്യമായി പുറന്തള്ളിയില്ലെങ്കിൽ സെർവറുകൾ കത്തിപ്പോകാൻ സാധ്യതയുണ്ട്. സാധാരണ എയർ കണ്ടീഷനുകൾ ഇവിടെ പ്രവർത്തിക്കില്ല. അത്യാധുനികമായ ലിക്വിഡ് കൂളിംഗ് സാങ്കേതികവിദ്യയും ഡാറ്റാ സെന്ററിൽ സ്പെഷ്യലൈസ്ഡ് HVAC സിസ്റ്റങ്ങളും നിർമ്മിക്കുന്ന കമ്പനികൾക്ക് ഇതൊരു അവസരമാണ്. ഓഹരി വിപണിയിൽ പിക്ക് ആൻഡ് ഷവൽ സ്ട്രാറ്റജി എന്ന് വിളിക്കുന്ന ഒരു തത്വമുണ്ട്. പണക്കാരാകാൻ സ്വർണം കുഴിച്ചെടുക്കാൻ പോയവരെക്കാൾ കൂടുതൽ പണമുണ്ടാക്കിയത് അവർക്ക് മൺവെട്ടിയും കോരിയും വിറ്റവരാണ്. അതുപോലെ തന്നെയാണ് ഇവിടെയും. ഡാറ്റാ സെന്ററുകൾ ആരൊക്കെ പണിതാലും അതിനാവശ്യമായിട്ടുള്ള വൈദ്യുതിയും കേബിളുകളും കൂളിംഗ് സിസ്റ്റവും നൽകുന്ന കമ്പനികൾക്ക് ഉറപ്പായും ലാഭമുണ്ടാകും. ടെക്നോളജി കമ്പനികളുടെ പുറകെ മാത്രം ഓടാതെ ഈ ബാക്ക് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ നൽകുന്ന കമ്പനികളെ കണ്ടെത്തി നിക്ഷേപിക്കുന്നത് ദീർഘകാലത്തേക്ക് മികച്ച റിട്ടേൺസ് നൽകിയേക്കാമെന്നാണ് അതുൽ സൂരി വ്യക്തമാക്കുന്നത്.